ചാപ്റ്റർ 10 ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ ട്രേഡിനെ കുറിച്ചാണ്. ട്രേഡ് എന്താണ്? വാണിജ്യപരമായിട്ട് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് എന്നൊക്കെ പറയുന്നത്, അല്ലേ? ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങളും സർവീസുകളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനാണ് ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം എന്ന് പറയുന്നത്. യൂഷ്വലി ട്രേഡ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്, ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. ശരിക്കും ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രേഡ്സിനെ കുറിച്ചിട്ടാണ്. വേറെ അതായത് എന്താണ് ഇന്റേണൽ ട്രേഡ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് പ്രൈമറി സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇന്റേണൽ ട്രേഡ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ഉള്ളിൽ തന്നെ ട്രേഡ് വിച്ച് ടേക്ക് പ്ലേസ് വിത്തിൻ ദ കൺട്രി, അതിനെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്റേണൽ ട്രേഡിനെ ഹോം ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയാം. In such type of trade, both buyer and seller belongs to the same country. അതായത് ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന വ്യാപാരത്തിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബയറും സെല്ലറും എവിടെ നിന്ന് തന്നെ ആയിരിക്കും? ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രേഡിലുള്ള ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് ആ ഒരു നാഷണൽ കറൻസിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇന്റേണൽ ട്രേഡ് പല രീതിയിൽ നടക്കാറുണ്ട്. അതിന്റെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്സ് കൂടെയും പല രീതിയിലും ഇന്റേണൽ ട്രേഡ്സ് നടക്കാറുണ്ട്. ഇന്റേണൽ ട്രേഡ് ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും എന്ന 2 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തേതാണ് ഹോൾസെയിൽ ട്രേഡ്. ഹോൾസെയിൽ ട്രേഡ് മീൻസ് buying of goods in large quantities from producers and selling them in smaller quantities to the retailers. ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ബൾക്കായിട്ട് ലാർജ് ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് വാങ്ങിക്കുന്നതിനാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ലാർജ് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് സ്മോളർ ക്വാണ്ടിറ്റീസിലായിട്ട് റീറ്റെയിലേഴ്സിന്റെ അടുത്ത് വിൽക്കും. ഹോൾസെയിലർ ആക്ട് ആസ് എ കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് റീറ്റെയിലർ. അത് ക്ലിയർ അല്ലേ? ഹോൾസെയിലർ പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് റീറ്റെയിലറിന്റെ അടുത്ത് സാധനങ്ങൾ വിൽക്കുന്നു. സോ അവിടെ ഹോൾസെയിലർ ഒരു കണക്ടിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരുടെയൊക്കെ? പ്രൊഡ്യൂസറിന്റെയും റീറ്റെയിലറുടെയും. ഹോൾസെയിലർ ജനറലി സ്പെഷ്യലൈസ് ഇൻ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എ പർട്ടിക്കുലർ ലൈൻ ഓഫ് ഗുഡ്സ്. അതിന്റെ ആ ലൈൻ ഓഫ് ഗുഡ്സിലെ ഒരു സ്പെഷ്യൽ ലിങ്ക് ആയിട്ട് നോർമലി ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും അവർ വാങ്ങിക്കുക. ഇപ്പം നമ്മളൊരു തുണിക്കട നടത്തുന്ന ഒരാളാണെങ്കിൽ, അയാൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ അയാൾ പോയിട്ട് ആ ഒരു ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും മെയിനായിട്ട് വാങ്ങിക്കുക. ഓക്കെ, അപ്പം ഹോൾസെയിലർ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിലായിട്ട് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് വിൽക്കും. ഇപ്പൊ നമ്മുടെ ചുറ്റും കാണുന്ന ചെറിയ ചെറിയ കടകളിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അവർ അതുപോലെയുള്ള ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പോയിട്ടാണ് ഇത്തരത്തിൽ കുറച്ച് ക്വാണ്ടിറ്റീസിൽ അവർക്ക് കടകളിൽ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സോ ഇത്തരത്തിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. സോ ക്ലിയർ അല്ലേ എന്താണ് ഹോൾസെയിലർ, എന്താണ് റീറ്റെയിലർ എന്നുള്ളത്? പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, അതാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഹോൾസെയിലർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് റീറ്റെയിലർ. പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയി ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, സ്മോളർ ക്വാണ്ടിറ്റീസിലായിട്ട് റീറ്റെയിലറിന്റെ അടുത്ത് വിൽക്കുന്നു. ഇനി എന്തൊക്കെയാണ് സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹോൾസെയിലേഴ്സ് റെൻഡർ വാല്യുബിൾ സർവീസസ് ടു ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് സർവീസസ് കൊടുക്കുന്നത്? പ്രൊഡ്യൂസേഴ്സിനും റീറ്റെയിലേഴ്സിനും. പ്രൊഡ്യൂസേഴ്സിന് എന്തൊക്കെയാ കൊടുക്കുന്ന സർവീസസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് പ്രൊവൈഡ് റെഡി മാർക്കറ്റ് എന്നുള്ളത്. അതായത് they are providing ready market to the goods of manufacturers by placing bulk they provide orders. അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അവർക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ഹോൾസെയിലേഴ്സ് ആണ്. Then concentration of production. A wholesaler relieves the producer from the botheration of finding of buyers for his goods. അതായത് പ്രൊഡ്യൂസേഴ്സിന് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ ആളുകളെ കണ്ടെത്തേണ്ട ആവശ്യം ഇല്ല ആക്ച്വലി. കാരണം എന്താ? ഈ ഹോൾസെയിലേഴ്സ് പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന്. സോ അവർക്ക് they don't bother about finding out their buyers, അല്ലേ? അവർക്ക് ഇന്ന ആളുകളെ കണ്ടെത്തണം അങ്ങനെയില്ല. ബിക്കോസ് അവരുടെ അടുത്ത് നിന്ന് ഈ ഹോൾസെയിലേഴ്സ് വന്ന് സാധനങ്ങൾ വാങ്ങിക്കും. സോ they provide ready market. അതേപോലെ തന്നെ concentration of production. ഈ പ്രൊഡ്യൂസേഴ്സിന് പ്രൊഡക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതായത് ഹോൾസെയിലറിന്റെ ആബ്സെൻസിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട റീറ്റെയിലേഴ്സിനെ കണ്ടെത്തേണ്ടി വരും. അപ്പൊ അത് കുറെ കോംപ്ലിക്കേറ്റഡ് ആവും, ടൈം കൺസ്യൂമിങ് പ്രോസസ് ആവും. ഹോൾസെയിലർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരുടെ അടുത്ത് പ്രോഡക്റ്റ് എടുത്ത് റീറ്റെയിലേഴ്സിന്റെ അടുത്ത് ആ പ്രോഡക്ട്സ് എത്തിക്കും.
Third one ആണ് provide storage facility എന്നുള്ളത്. Producersന് they do not have to make arrangements for warehousing because goods are lifted by wholesalers immediately after they are produced. പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. എന്താ കാരണം? ഈ ഹോൾസെയിലേഴ്സ് എപ്പോഴും പ്രൊഡക്ഷൻ ചെയ്ത് വെക്കുന്ന ഗുഡ്സ് ഓടിപ്പോയി എടുത്ത് റിറ്റെയിലേഴ്സിന് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഹോൾസെയിലേഴ്സ് അവർക്കുണ്ട്. സോ അവർക്ക് ഒരു പ്രത്യേക പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രോഡക്ട്സ് ഒരു പ്രത്യേക ഏരിയയിൽ എടുത്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി അധികം വേണമെന്നോ വരത്തില്ല. ആർക്ക്? പ്രൊഡ്യൂസേഴ്സിന്. കാരണം എന്താണ്? ഈ ഹോൾസെയിലേഴ്സ് റെഡിയാണ്. എപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചാലും അത് പോയി എടുക്കാൻ ഹോൾസെയിലേഴ്സ് റെഡിയാണ്. സോ അവരാണ് കൂടുതലും സ്റ്റോറിംഗ് ഓഫ് ഗുഡ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കുന്നത്. Then provide finance. ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പം അവരെപ്പോഴും മിക്കപ്പോഴും റെഡി പേയ്മെന്റ്സ് കൊടുക്കാറുണ്ട്. ഈവൻ അഡ്വാൻസ് പേയ്മെന്റ്സ് ടു ദ മാനുഫാക്ചറർ ആയിട്ട് കൊടുക്കാറുണ്ട്. അതെപ്പോഴും ഒരു മാനുഫാക്ചററെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. ക്ലിയർ ചെയ്തോ? അതായത് ഹോൾസെയിലേഴ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസിലും അവർ ഉള്ള പേയ്മെന്റ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുകയോ ചെയ്യും. സോ ആ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാനുഫാക്ചേഴ്സിന് അവർക്ക് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. Then economics of scale. A wholesaler buys goods in bulk and thereby enables the manufacturer to carry on large-scale production. Large-scale production results in lower cost of production per unit. ഒരു ഹോൾസെയിലർ എപ്പോഴും ഗുഡ്സ് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാനാണ് നോക്കുന്നത്. അപ്പം അത്തരത്തിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെ ലാർജ് രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ലാർജ് രീതിയിൽ പ്രൊഡക്ഷൻസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് വളരെയധികം കുറയും. ദെൻ നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത്. Wholesaler collect information regarding taste and fashion of consumers from the retailers and passes it on to the producers. Such information enables the manufacturers to regulate production in accordance with the changing requirements of the market. ശരിക്കും ഈ ഹോൾസെയിലേഴ്സ് അല്ലേ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നവര്. അവർ ഈ കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും ഫാഷനും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഈസിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, എത്രത്തോളം ഫാഷന്റെ ടേസ്റ്റിലാണ് അവിടെ വ്യത്യാസം വരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നവരുടെ അടുത്ത് കളക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ വ്യക്തികൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ചെയ്യും. അപ്പൊ മാർക്കറ്റിന്റെ ഇൻഫർമേഷൻ വളരെ ഈസി ആയിട്ട് ഹോൾസെയിലേഴ്സിന്റെ വഴി പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഇനി എന്തൊക്കെ സർവീസസ് ആണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത് നോക്കാം. നമ്മളിപ്പോ നോക്കിയത് ഹോൾസെയിലേഴ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന എന്തൊക്കെ ഗുണങ്ങൾ എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ലിങ്ക് ആയിട്ടുള്ള റീറ്റെയിലേഴ്സിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നാണ്. ഒന്നാമതാണ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്നുള്ളത്. ഹോൾസെയിലേഴ്സ് വളരെ ലിബറൽ ആണ്. അവർ റീറ്റെയിലേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? വളരെയധികം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് retailers can carry on a large volume of business even with a small amount of working capital. ശരിക്കും റീറ്റെയിലേഴ്സിന് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന റീറ്റെയിലേഴ്സിന് ചെറിയ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു സർവീസ് ആണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഹോൾസെയിലേഴ്സ് എപ്പോഴും ഗുഡ്സും സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കും. സോ hence there is no need for retailers to keep goods in their own warehouse. റീറ്റെയിലേഴ്സിന് അവർക്ക് വെയർ ഹൗസിൽ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യകത വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. സോ ദാറ്റ് ഈസ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. Then risk bearing. The wholesalers assume most of the risk connected with marketing, such as fluctuation in price, loss of goods during transit and storage. This reduces the risk of retailers. Wholesalers എപ്പോഴും മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിസ്കിനനുസരിച്ചാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സ്റ്റോറേജിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ റീറ്റെയിലേഴ്സിന്റെ റിസ്ക് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ളതാണ് എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറയുന്നത്. A wholesaler is an expert and specialist in his line of business and he is in a position to give advice to retailers about various matters of his product.
ശരിക്കും ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് എന്നുള്ള ലിങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഹോൾസെയിലേഴ്സ് ആണ്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. അവർ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നത്, അവർ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ റീറ്റെയിലേഴ്സിന് പല രീതിയിലുള്ള അഡ്വൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കും. പിന്നെ ഉള്ളതാണ് സോഴ്സസ് ഓഫ് റെഡി സപ്ലൈ. ഹോൾസെയിലേഴ്സ് എപ്പോഴും സാധനങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് പല രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. Therefore, the retailers are assured of quick and regular supply of required goods from time to time. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ റെഗുലർ ആയിട്ടുള്ള രീതിയിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. Then information about new products. ഹോൾസെയിലർ എപ്പോഴും പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോൺസ്റ്റന്റ് ടച്ച് വെക്കുന്ന ആൾക്കാരാണ്. സോ അവർക്ക് എപ്പോഴും പുതിയ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിന്റെ വെറൈറ്റീസ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. സോ ഹി പാസസ് ഓൺ സച്ച് ഇൻഫർമേഷൻ ടു റീറ്റെയിലേഴ്സ്. കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പാസ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്ന് അതിന്റെ ഫൈനൽ സ്റ്റേജിനാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ ലോട്ട്സ് ആയിട്ട് നമ്മൾ ഫൈനൽ കൺസ്യൂമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് നമ്മൾ പോയി ഒരു കടയിൽ പോയി ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നത് റീറ്റെയിൽ ട്രേഡിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എ റീറ്റെയിലർ ബൈസ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് ആൻഡ് സെൽസ് ദം ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. ക്ലിയർ അല്ലേ? റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോൾസെയിലറിന്റെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അത് ചെറിയ ക്വാണ്ടിറ്റീസിൽ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് റീറ്റെയിലേഴ്സ് ചെയ്യുന്നത്. So he serves a link between wholesalers and ultimate customers. ഒരു റീറ്റെയിലർ എപ്പോഴും ഹോൾസെയിലറിന്റെ അടുത്തും അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ അടുത്തുമുള്ള ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റീറ്റെയിലർ സ്റ്റോക്സ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ഹിസ് കസ്റ്റമേഴ്സ്. അവരെപ്പോഴും പല രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന്റെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. റീറ്റെയിലർ ബി directly and intimately in touch with the consumers. He is the last link in the chain of distribution. എപ്പോഴും റീറ്റെയിലേഴ്സ് ആണ് ഈ ഒരു ചെയിനിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് ആക്ട് ചെയ്യുന്നത്. The functions of retailer begin where the functions of wholesaler end. ക്ലിയർ അല്ലേ? എപ്പോഴാണ് ഒരു റീറ്റെയിലറിന്റെ ഫങ്ഷൻസ് തുടങ്ങുന്നത്, എപ്പോഴാണ് ഒരു ഹോൾസെയിലറിന്റെ ഫങ്ഷൻ അവസാനിക്കുന്നത്, ആ സമയത്താണ് റീറ്റെയിലറിന്റെ ഫങ്ഷൻ തുടങ്ങുന്നത്. എന്തൊക്കെയാണ് റീറ്റെയിലേഴ്സിന്റെ സർവീസസ്, അവർ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നതും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസസും എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന സർവീസ് ഒന്ന് റെഡി മാർക്കറ്റ്. റീറ്റെയിലേഴ്സ് ആണ് ഹോൾസെയിലേഴ്സിന് എന്തൊക്കെ രീതിയിലുള്ള പ്രൊഡക്ട്സ് വിൽക്കാം എന്നുള്ള മാർക്കറ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ദേ പ്രൊവൈഡ് എ സെയിൽസ് ഔട്ട്ലെറ്റ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ്. പല പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് പല സെയിൽസ് ഔട്ട്ലെറ്റ് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സ് ആണ്. Then popularize new products. They popularize new products through win display, personal selling, exhibitions. ഇപ്പൊ നമ്മൾ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിലോട്ടോ നോക്കുമ്പോൾ അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു പ്രോഡക്റ്റ് വരുമ്പോൾ അവർ പല രീതിയിൽ അത് സെല് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ നമുക്ക് ആ പുതിയ പ്രോഡക്റ്റ് പോപ്പുലറൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സ് ആണ്. Then provide market information. As usual, retailers ആണ് ultimate customers-മായിട്ട് ഒരു ക്ലോസ് ടച്ച് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻസ് വെക്കുന്നത്. സോ അവർ എപ്പോഴും മാർക്കറ്റിൽ റിലൈ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിനെ അങ്ങനെ കാണിച്ച് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് അത് ബോത്ത് കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കും, അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. Then sales promotion. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ ഗിഫ്റ്റ്സ് ആയിട്ടും കൂപ്പൺസ് ആയിട്ടും പല രീതിയിൽ റീറ്റെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രൊമോഷൻസ് പല രീതിയിൽ നിന്ന്. അപ്പോൾ റീറ്റെയിലേഴ്സ് ക്യാൻ ഈസിലി ഇൻഫ്ലുവൻസ് ദ ബയർ ടു പർച്ചേസ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു മാനുഫാക്ചറിനോ ഒരു ഹോൾസെയിലറിനോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ടൊരു സാധനം വാങ്ങിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഒന്ന്, റെഡി സ്റ്റോക്ക്. പല രീതിയിലുള്ള വെറൈറ്റി ഓഫ് ഗുഡ്സ് നമ്മുടെ കൺമുൻപിൽ എന്ത് കസ്റ്റമേഴ്സിന് സ്റ്റോറിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും പല രീതിയിൽ നമുക്ക് സ്റ്റോറിൽ സാധനങ്ങൾ എത്തിച്ചു തരുന്നത് ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സ് ആണ്. ദെൻ സെലക്ഷൻ ഓഫ് ഗുഡ്സ്.
റീറ്റെയിലർ എപ്പോഴും വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും ഫാഷനും അനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അത് പോയി ചൂസ് ചെയ്യാനും അത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻസ് അവിടെ തരുന്നുണ്ട്. Then new product informations. Retailer brings new products and new varieties to the notice of the customers by proper display and personalizing. കൃത്യമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻസ് തരും. Then freedom to buy small quantities. നമുക്കിപ്പോൾ വേണ്ടത് ഒരു പീസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് 2 പീസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമനുസരിച്ച് സ്മോൾ ക്വാണ്ടിറ്റീസിൽ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നത് ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സ് ആണ്. Then credit facilities. റീറ്റെയിലേഴ്സിന് പല രീതിയിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റീസ് തരാറുണ്ട്. Then provide choice. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ റീറ്റെയിലേഴ്സ് എപ്പോഴും വെറൈറ്റി ഓഫ് ഗുഡ്സ് ഡിഫറെന്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെത് ഡിസ്പ്ലേ ചെയ്ത് വെക്കാറുണ്ട്. ദിസ് enables the consumers to select goods according to their choice. നമ്മുടെ ചോയ്സ് അനുസരിച്ച് പല രീതിയിൽ ഗുഡ്സ് സെലക്ട് ചെയ്യാനും ഇവർ സഹായിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഹോൾസെയിലർ റീറ്റെയിലർ ഡിഫറൻസസ് എന്നുള്ളതാണ്. ഹോൾസെയിലർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ബിസിനസിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതായിരിക്കും. റീറ്റെയിലേഴ്സ് സ്മോൾ സ്കെയിലിൽ ചെയ്യുന്നതായിരിക്കും. ഹോൾസെയിലേഴ്സ് ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്നത്. ഹോൾസെയിലേഴ്സിന് മാനുഫാക്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റും റീറ്റെയിലേഴ്സിന് കൺസ്യൂമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റുമാണ് ഉള്ളത്. ഹോൾസെയിലേഴ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മാനുഫാക്ചറും റീറ്റെയിലേഴ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹോൾസെയിലറുമാണ്. ശരിക്കും ഹോൾസെയിലറിന്റെ കണക്ഷൻ മാനുഫാക്ചറിനും റീറ്റെയിലറും, റീറ്റെയിലറിന്റെ കണക്ഷൻ ഹോൾസെയിലറും കൺസ്യൂമറും. തിരിഞ്ഞു പോകരുത്. ഹോൾസെയിലറിന്റെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 1-2 ഗുഡ്സിലായിരിക്കും. റീറ്റെയിലറിന് സ്വന്തം അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല. അവരെപ്പോഴും വെറൈറ്റി ഓഫ് ഗുഡ്സ് സ്മോൾ ക്വാണ്ടിറ്റീസിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹോൾസെയിലറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. റീറ്റെയിലറിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് റെസിഡൻഷ്യൽ ഏരിയാസ് ഒക്കെ ആണെങ്കിൽ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഹോൾസെയിലർ വളരെ വലിയ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് ഡീൽ ചെയ്യും. റീറ്റെയിലേഴ്സ് ഗുഡ്സ് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ വിൽക്കുന്നതാണ്. ഹോൾസെയിലേഴ്സ് ഒരു ലാർജ് ഏരിയ കവർ ചെയ്യും, പക്ഷെ റീറ്റെയിലേഴ്സ് ആണെങ്കിൽ റിലേറ്റീവ്ലി സ്മോൾ ഏരിയ ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ്. നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് ഉണ്ട്, ഫിക്സഡ് സ്റ്റോപ്പ് ട്രേഡേഴ്സ് ഉണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഈ ഒരു ചാർട്ട്. ലൈക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ് ആണെങ്കിൽ സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിലിനകത്ത് ജനറൽ, സിംഗിൾ ലൈൻ, സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്ട്രീറ്റ് ഷോപ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ ഷോപ്പ്, സെക്കൻഡ് ഷോപ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലാർജ് സ്കെയിൽ ആണ് ഇപ്പൊ നിങ്ങൾക്ക് സൂപ്പർ ബസാർ കാണാം. അതുപോലെ ഫ്രാഞ്ചൈസികൾ, മെയിൽ ഓർഡർ ബിസിനസ്സുകൾ, മൾട്ടിപ്പിൾ ഷോപ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഒക്കെ കാണാം. ഇവിടെ ജസ്റ്റ് മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ് ഒക്കെ ജസ്റ്റ് റീറ്റെയിലേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. റീറ്റെയിലേഴ്സ് വിത്തൗട്ട് ഷോപ്സ്, ചെറിയതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ചീപ്പ് ജാക്സ് ഒക്കെ. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് റീറ്റെയിലേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. റീറ്റെയിലേഴ്സിന് 2 രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഐറ്റിനറന്റ് ട്രേഡേഴ്സ്, രണ്ടാമത്തത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഈ ഐറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കും ആ പേര്. ഐറ്റിനറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടകൾ ഉണ്ടാവത്തില്ല. അവർ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തൊക്കെ വിൽക്കുന്ന, ഇപ്പം നിങ്ങൾ ഉത്സവങ്ങളിലൊക്കെ പലതരത്തിലുള്ള കടകൾ, ഇൻസ്റ്റന്റ് ആയിട്ട് കടകൾ വന്നിടുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അവർക്കൊരു ഫിക്സഡ് ഷോപ്സ് ഇല്ല. അവർ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും വിൽക്കുന്നത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ളതാണ് ഐറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയാനാണെങ്കിൽ വളരെ സിമ്പിളും ഈസി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ലോ ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പേഴ്സണൽ ടച്ച് ഒന്നും അധികം, ജസ്റ്റ് പേഴ്സണൽ ടച്ച് വിത്ത് ബിസിനസ് അത്രേ ഉള്ളൂ. ഐറ്റിനറിനകത്ത് ഇപ്പൊ ഹോക്കേഴ്സ്, പെഡ്ലേഴ്സ്, ചീപ്പ് ജാക്സ്, സ്ട്രീറ്റിൽ വിൽക്കുന്ന ആൾക്കാര്, മാർക്കറ്റ് ട്രേഡേഴ്സ്, അവരൊക്കെയാണ്. ഇതിൽ ഈ ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറയുന്നത്, ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റീറ്റെയിലേഴ്സിന്റെ ഓൾഡസ്റ്റ് ഫോം ആണ്. ഓക്കെ, they are petty traders who carry the products on bicycle, hand cart,
സൈക്കിൾ റിക്ഷ ഓൺ ദെയർ ഹെഡ്സ്. അതായത് നിങ്ങൾ ഈ തലയിൽ കൊട്ടയൊക്കെ ചുമന്ന ഓരോ സാധനങ്ങൾ വേണോ, അല്ലെങ്കിൽ സൈക്കിളിൽ വന്ന് വിൽക്കുന്ന ഐസ്ക്രീം ഒക്കെ സൈക്കിളിൽ കൊണ്ട് വിൽക്കില്ലേ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹോക്കേഴ്സ് ക്യാരി ഗുഡ്സ് ഓൺ വെഹിക്കിൾസ് വൈൽ പെഡ്ലേഴ്സ് ഓൺ ദെയർ ബാഗ്സ് ഓർ ഹെഡ്സ് മൂവിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ടു സെൽ ദെയർ മെർക്കൻഡൈസ് ഓർ പ്രോഡക്ട്സ് അറ്റ് ദി ഡോർ സ്റ്റെപ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അതായത് നമ്മുടെ വീടുകളിൽ വന്ന് ബെല്ലടിക്കും, അല്ലെങ്കിൽ ഉറക്കം വിളിച്ച് സാധനങ്ങൾ വിൽക്കുക, കൊട്ടയിൽ പാത്രങ്ങളൊക്കെ കൊണ്ട് വിൽക്കുക, അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു ഹോക്കേഴ്സും വണ്ടിയിൽ ഓടിച്ച് വന്ന് ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ സൈക്കിളിലോ കുഞ്ഞു ബൈക്കിലോ ഒക്കെ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുന്നവരെ പെഡ്ലേഴ്സ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അവർ വളരെ ചീപ്പായിട്ട് നോൺ സ്റ്റാൻഡേർഡ് കമ്മോഡിറ്റീസ് വിൽക്കുന്ന, ഇപ്പൊ ഫ്രൂട്ട്സ് വിൽക്കുക, വെജിറ്റബിൾസ് വിൽക്കുക, ടോയ്സ് വിൽക്കുക, പേന, ഐസ്ക്രീംസ്, സാധാരണ യൂട്ടൻസിൽസ് ഒക്കെ വിൽക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. As these traders reach the consumers themselves, so it is very convenient of housewives and general public to purchase goods from them. ഇപ്പൊ റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ പല ആളുകളും പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ മടിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ നമ്മുടെ ഡോർ സ്റ്റെപ്സിൽ സാധനങ്ങൾ എത്തുമ്പോൾ അവര് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. എസ്പെഷ്യലി വെജിറ്റബിൾസ് ഒക്കെ ഉന്തുവണ്ടിയിൽ കൊണ്ട് വെക്കുന്നൊക്കെ നിങ്ങളെ മൂവീസിലൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ കുറവാണ്, പക്ഷെ എന്നാലും പണ്ട് വളരെയധികം പോപ്പുലർ ആയിട്ടിരുന്ന കാര്യമാണ്. പ്രൈസസ് വളരെ ചെറുതായിട്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും, വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി മാർക്കറ്റിനെക്കാട്ടിലും, ബിക്കോസ് അവർക്ക് കോസ്റ്റ്ലി ഷോപ്പ് ഒന്നും ഇടാനുള്ള ഒരു സാഹചര്യമില്ലല്ലോ. പിന്നെയുള്ള ട്രേഡേഴ്സ് ആണ് മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ ട്രേഡേഴ്സ് ആണ്. അവര് പല സ്ഥലത്ത് ഡേയ്സിൽ ചെറിയ ചെറിയ ഷോപ്സ് ഓൺ ചെയ്ത് ഇപ്പം സാറ്റർഡേ സൺഡേ മാത്രം തുറക്കുക, അങ്ങനെയുള്ള ട്രേഡേഴ്സിനാണ് മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. These retailers move from one market to other market. ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അവരൊരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും വിൽക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഗാർമെന്റ്സ് മാത്രം, ടോയ്സ്, ക്രോക്കറി മാത്രം. ദേ ആർ മെയിൻലി ഇപ്പൊ നിങ്ങൾ സ്ട്രീറ്റ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ കാലിക്കറ്റുള്ള SM സ്ട്രീറ്റ്, ട്രിവാൻഡ്രത്തുള്ള ചാലൈ മാർക്കറ്റ്, പലതരത്തിലുള്ള മാർക്കറ്റ്സുകളൊക്കെ അവിടെയൊക്കെ അവർ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. അവർ വളരെ ലോവർ ഇൻകം ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമർ ഐറ്റംസ് വിൽക്കുന്ന ആളുകളായിരിക്കും. പിന്നെയുള്ളതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ സ്മോൾ ട്രേഡേഴ്സ് ആണ്. അവർ കോമൺലി ഹൈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്യാതറിംഗ് ഒക്കെ നടക്കുന്ന ഇപ്പൊ ബീച്ചില് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഗുഡ്സ് വിൽക്കുന്ന ആളുകളാണ്. ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷൻസില്, പാർക്സിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന, ബുക്സും പേനയും റെഡിമെയ്ഡ് ഗാർമെന്റ്സും മാഗസിൻസും ഒക്കെ വിൽക്കുന്ന ആളുകളാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ കസ്റ്റമേഴ്സിന് വളരെയധികം കൺവീനിയന്റ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാതറിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആളുകളാണ്. സോ ദേ ആർ ഡിഫറെന്റ് ഫ്രം മാർക്കറ്റ് ട്രേഡേഴ്സ് in the sense that they do not change their place of business subsequently. മാർക്കറ്റ് ട്രേഡേഴ്സും ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് ട്രേഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവർ സ്ഥലം ഒന്നിനൊന്നിന് മാറ്റാറില്ല. അവര് യൂഷ്വലി എന്താ ചെയ്യുക, ഒരു പാർക്കാണ്, ആ പാർക്കിന്റെ ഏരിയസിൽ തന്നെ ആയിരിക്കും വിൽക്കുന്നത്. പിന്നെയുള്ള ടീംസ് ആണ് ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they do business in temporary rented shops or sheds and move to other localities when opportunity arises. സാഹചര്യത്തിനനുസരിച്ച് അവർ ടെമ്പററി ആയിട്ടൊരു റെന്റൽ ഷോപ്സ് എടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു ഷെഡിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുന്നതിനെയാണ്, ചെറിയ പ്ലേസ് ഓഫ് ബിസിനസ്സുകൾ ട്രേഡ് ചെയ്യുന്നതിനാണ് ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. അവരെപ്പോഴും ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഔട്ട് ചെയ്യത്തില്ല, പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും, പക്ഷെ ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ട് മാറ്റത്തും ഇല്ല. അങ്ങനെയാണ് ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. They deal in cheap consumer items like fruits, vegetables, sweets ഒക്കെ ആയിരിക്കും വിൽക്കുന്നത്. Some of them move from exhibition to exhibition, festivals to festival, etc. ചിലർ എക്സിബിഷൻസ് ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. മെയിൻ ആയിട്ട് ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർ നോക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. അപ്പൊ ഐറ്ററന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് ഫിക്സഡ് ഷോപ്പ് വിൽക്കുന്ന റീറ്റെയിലേഴ്സ്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന് ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. മെയിൻ ആയിട്ടും അവർ അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് അവരൊരു പർട്ടിക്കുലർ സ്ഥലം കണ്ടെത്തും. അവരവിടുന്ന് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറില്ല. They do not move from place to sell their product. Compared with itinerant traders, fixed shop retailers have greater resources and operate relatively large scale. Itinerantൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ സെറ്റപ്പിലായിരിക്കും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് വിൽക്കുന്നത്. These shops may differ as regards the size and scale of business. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് രണ്ട് ഡിസ്റ്റിങ് ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് ഷോപ്പ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്, രണ്ട് ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്.
ഇനി നമ്മൾ ജസ്റ്റ് എന്താണ് ഐറ്റിനറന്റ് ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഐറ്റിനറന്റ് ട്രേഡേഴ്സിന് ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടാവത്തില്ല. ഫിക്സഡ് ഷോപ്പിന് ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ട്. ഐറ്റിനറന്റ് വളരെ സ്മോൾ സ്കെയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിക്സഡ് ഷോപ്പ് വർക്ക് ചെയ്യുന്നത് സ്മോൾ സ്കെയിലോ ലാർജ് സ്കെയിലോ വർക്ക് ചെയ്യാം. ഐറ്റിനറന്റ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറാറുണ്ട്. ഫിക്സഡ് ഷോപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാറില്ല. ജനറലി സിംഗിൾ ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ആണ് ഐറ്റിനറന്റ് ഡീൽ ചെയ്യുന്നത്. ജനറലി ഡിഫറെന്റ് ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ആണ് ഫിക്സഡ് ഷോപ്പ് ഡീൽ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ലോവർ ക്രെഡിബിലിറ്റി ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. ഐറ്റിനറന്റ് ട്രേഡേഴ്സിന് ലോവർ ക്രെഡിബിലിറ്റി ആണുള്ളത്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന് ഗ്രേറ്റർ സർവീസസ് കൊടുക്കാനായിട്ട് ഗ്യാരണ്ടീസ് കൊടുക്കാൻ, റിപ്പയർസ് കൊടുക്കാനൊക്കെ സാധിക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഫിക്സഡ് ഷോപ്പ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്നുള്ളതാണ്. They operate on small capital at a fixed place. കേട്ടല്ലോ, അതായത് സ്മോൾ ക്യാപിറ്റലിൽ ഒരു ഫിക്സഡ് പ്ലേസിൽ ഡീൽ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ആണ് ഫിക്സഡ് ഷോപ്പ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. 6 രീതിയിലുണ്ട്. ഒന്നാമതാണ് ജനറൽ സ്റ്റോഴ്സ്. ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ലോക്കൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഡേ ടു ഡേ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്ന സ്റ്റോഴ്സ് ആണ് ജനറൽ സ്റ്റോഴ്സ്. മോസ്റ്റ് ഓഫ് ദ കസ്റ്റമർ പ്രോഡക്ട്സ് ആർ അവൈലബിൾ at the one shop. Hence, consumers can save time and effort in shopping. കുറേ പ്രോഡക്ട്സ്, പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഇവിടെ കാണും. അവർക്ക് ഷോപ്പിങ്ങിന്റെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ആർ റെസിഡൻസ് ഓഫ് ദ സെയിം ലൊക്കാലിറ്റി. അവരുടെ കസ്റ്റമേഴ്സ് മിക്കവാറും ആ ഒരു ഏരിയയിലുള്ള ആളുകളായിരിക്കും അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. They generally provide credit facility to some of their regular customers. Regular customers-നാണെങ്കിൽ അവർ credit facility കൊടുക്കാറുണ്ട്. Limited choice of customers in the major drawback of general stores. അവർക്ക് choice of customers ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക്. പിന്നെ ഉള്ളതാണ് സിംഗിൾ ലൈൻ സ്റ്റോഴ്സ്. എന്ന് വെച്ചാൽ സിംഗിൾ ലൈൻ ഓഫ് ഗുഡ്സ്, വൺ ലൈൻ ഓഫ് ഗുഡ്സ് മാത്രം വിൽക്കുന്ന മെഡിക്കൽ സ്റ്റോഴ്സ് ആയിരിക്കാം, ക്ലോത്ത് ആയിരിക്കാം, ചിലപ്പോൾ ബുക്ക് ഷോപ്സ് ആയിരിക്കാം, ജുവലറി ഷോപ്സ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു ലൈൻ ഓഫ് ഗുഡ്സ് മാത്രം വിൽക്കുന്ന ഗുഡ്സിനെയാണ് സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്സ് ലൈക്ക് പുളിമുട്ടിൽ സിൽക്സ് നമ്മൾ പറയാം. അപ്പോൾ അവർ ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ മാത്രം വെക്കുന്നതാണ്. They often stock goods in different styles, quantities and designs. Then specialty shops. These types of stores becoming very popular in urban areas. Specialty shops urban areas ൽ വളരെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. സ്പെഷ്യാലിറ്റി ഷോപ്സിനകത്ത് സിംഗിൾ ലൈൻ ഓഫ് പ്രൊഡക്ട്സിന്റെ സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത്. ലൈക്ക് ഷോപ്സ് ഡീലിംഗ് ഇൻ ചിൽഡ്രൻസ് ബുക്സ്, അതേപോലെ കിഡ്സ് വെയർ, മെൻസ് വെയർ മാത്രം, കോളേജ് ബുക്സ് മാത്രം, അങ്ങനെ പർട്ടിക്കുലർ രീതിയിൽ. ദെൻ സ്ട്രീറ്റ് ഷോപ്സ് ആണ്. These small retailers are commonly found at street crossing or other places where flow of traffic is heavy. These stores are wooden shops, sometimes placed on tables or platforms having shelves and stands. Street shops എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് കോമൺലി സ്ട്രീറ്റ് ക്രോസിംഗിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ട്രാഫിക് ജാം ഒക്കെ ഉള്ളിടത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോൾസ്, വുഡൻ ഷോപ്സ് സ്റ്റോൾസ് വയ്ക്കുന്നതിനാണ് സ്ട്രീറ്റ് ഷോപ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റോഴ്സ് ജനറലി ലോ പ്രൈസ്ഡ് കൺസ്യൂമർ ഗുഡ്സ് ആണ് വിൽക്കുന്നത്. മാഗസിൻസ് ആകാം, പേനയാകാം, ടോയ്സ് ഒക്കെ ആവാം. ട്രാവലിംഗ് പബ്ലിക് യൂഷ്വലി ഇത്തരത്തിലുള്ള ഷോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് സെക്കൻഡ് ഹാൻഡ്സിന്റെ ഗുഡ്സ് ഷോപ്പ്. ദീസ് റീറ്റെയിലേഴ്സ് എന്താ ഡീൽ ചെയ്യുന്നത്, പേരിൽ തന്നെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. അത്തരത്തിലുള്ള ബുക്സും ഫർണിച്ചറും ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ദേ സോൾഡ് ഗുഡ്സ് അറ്റ് ലോവർ പ്രൈസ്, വളരെ ലോവർ പ്രൈസിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. പീപ്പിൾ ഹു കാണ്ട് അഫോർഡ് ടു ബൈ ന്യൂ ആർട്ടിക്കിൾസ് ജനറലി ബിക്കംസ് ദ കസ്റ്റമേഴ്സ്. കുറേ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കും പൊതുവെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് ഷോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Then second shops എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. These are retail shops which are selling goods which have some manufacturing defects. Manufacturing defects വന്ന ഗുഡ്സ് വിൽക്കുന്ന ഏരിയാസ് ആണ് സെക്കൻഡ് ഷോപ്സ് എന്ന് പറയുന്നത്. Such goods can't be sold along with the goods which are produced according to the required specification. ഇത് നമുക്ക് നല്ല ഗുഡ്സിന്റെ കൂടെ വിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സെക്കൻഡ് ഷോപ്സ് എന്ന് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഗുഡ്സ് ഡീൽ ചെയ്യുന്ന, കുറച്ച് ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും കൊടുക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ഫോം ചെയ്യാനായിട്ട്. ഓപ്പറേഷൻസിൽ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഷോപ്സ് ആണ്. സർവീസസ് കൊടുക്കാറുണ്ട്. Then limited capital managerial resources, അതേപോലെ എക്സെട്ര ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻസ്. ഇവർ പറയുന്നത് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷന്റെ ഗുണങ്ങളാണ്. ഇതെല്ലാം ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്, ഫ്ലെക്സിബിൾ ആണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പേഴ്സണൽ സർവീസസ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ലിമിറ്റഡ് ക്യാപിറ്റൽ മാനേജറിയൽ റിസോഴ്സസ് ആണുള്ളത്. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കി, ഇതൊക്കെയാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത്.